ഹലോ, എല്ലാ കൂട്ടുകാർക്കും കേക്ക്സ് ആൻഡ് ബേക്സിൻ്റെ വിഷു ആശംസകൾ. ഇന്ന് എല്ലാവരും വിഷു ആചരിക്കുന്ന ഒരു ദിവസമാണല്ലോ. നല്ല കളർഫുള്ളായ ഒരു ദിവസമാണ്. അതുകൊണ്ട് നമുക്കും ഇവിടെ കളർഫുള്ളായിട്ടുള്ള ഒരു പായസം ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണേ. അതിൻ്റെ പേരാണ് പിങ്ക് സാഗോ സേമിയ പായസം. ഇതേ നോക്കൂ, നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സേമിയ പായസമാണേ. അതിൻ്റെ അകത്ത് ചൗരി ഇട്ടിട്ടുണ്ട്, അതോ സാഗോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഇത് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയത് നമുക്ക് നോക്കാമേ. ഞാൻ കുറച്ച് ബീട്രൂട്ട് കഷ്ണങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സാഗോ സീഡ്സ് ചൗരി, കുറച്ച് സേമിയായും, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ നമുക്ക് പാല്, നെയ്യ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വേണം. ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഒന്നിട്ട് കൊടുക്കും. ചെറുതായിട്ടൊന്നും അരിയൊന്നും വേണ്ട, ചെറിയ കഷ്ണങ്ങളായിട്ട് മതി. അതൊന്ന് തിളച്ച് വന്നാൽ മതി. ഒത്തിരി വേവൊന്നും വേണ്ട, കാരണം നമുക്ക് അതിൻ്റെ കളർ വേണം. ആ കളർ കിട്ടാനായിട്ടാണ് നമ്മളതൊന്ന് തിളപ്പിക്കുന്നത്. നമ്മൾ ഫുഡ് കളറൊന്നും അതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. ഈ ബീട്രൂട്ടിൻ്റെ കളറിനകത്താണ് നമ്മൾ ആ സാഗോ സീഡ്സ് വേവിക്കുന്നത്. എന്നാലേ ഒരു പിങ്ക് കളറ് കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒന്ന് തിളച്ചാൽ മതി. ഒത്തിരി നേരം ഒന്നും വേഗമൊന്നും വേണ്ട. അതിൻ്റെ കളറൊന്ന് ഇളക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം. അത് നോക്കാം, അതിൻ്റെ കളർ ഇളകി വരുന്നുണ്ടോ? ഉണ്ടോ? ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയേ. തിളച്ചൊന്ന് ഇളക്കുക. ഇനി നമുക്ക് സാഗോ സീഡ്സ് എടുത്ത് വെച്ചേക്കുന്നത് അതിൻ്റെ അകത്തോട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. അതൊന്ന് കുതിരാനാണേ. കുതിർന്ന് കഴിയുമ്പോഴേ ഇത് പെട്ടെന്നൊന്ന് വേവുള്ളൂ. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന ആ ബീട്രൂട്ട് ഒന്ന് അരിച്ചെടുക്കണം. ആ വെള്ളത്തിനകത്തോട്ട് നമ്മുടെ സാഗോ സീഡ്സ് ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നാലേ അതൊരു കളർ വരത്തുള്ളൂ. അത് പിന്നെ നമ്മൾ അടുപ്പിട്ട് ഒന്ന് ഇളക്കണേ, ഒന്ന് തിളപ്പിക്കണം. ആ ബീട്രൂട്ടിൻ്റെ വെള്ളത്തിലോട്ട് നമ്മൾ ആ സാഗോ സീഡ്സ് ഇട്ട് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ഒരു സ്ട്രെയിനകത്ത് അരിച്ചെടുക്കണേ. അതിൻ്റെ ആ പശയുള്ള വെള്ളം എടുക്കണ്ട, ആ വെള്ളം കളഞ്ഞേരം ഒത്തിരി കട്ടിയായിപ്പോവും. പിന്നെ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ വേറൊരു അടികെട്ടിലൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന സേമിയ, ആ സേമിയയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഒത്തിരി കളറ് മാറരുത്. തന്നെയല്ല, നമ്മളിത് അടുപ്പിട്ടിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വേറൊരു പണിയും ചെയ്യാൻ പോകരുത്. പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകുന്നൊരു സംഭവമാണ്. ഇത് റോസ്റ്റഡ് സേമിയ അല്ല, സാദാ സേമിയ. റോസ്റ്റഡ് ആയിട്ടുള്ളതും കിട്ടും. ഇത് സാദാ സേമിയ മേടിച്ചിട്ട് ഞാൻ റോസ്റ്റ് ചെയ്ത് വെക്കുക. ചെറിയൊന്ന് കളർ മാറിയാൽ മതിയേ. കരിഞ്ഞു പോകരുത്, നമ്മൾ സൂക്ഷിച്ചു വേണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അതിനൊരു ശകലം കളർ വരാനായിട്ട് കുറച്ച് പിങ്ക് കളർ കൂടെ ചേർത്ത്. പിങ്ക് കളർ എന്ന് വെച്ചാൽ ഞാൻ റോസ് സിറപ്പ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ ഞാൻ റോസ് സിറപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതാകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. ഇനി നമുക്ക് പാലൊഴിക്കാം. ഒരു 2 കപ്പ് പാല് ഞാൻ ഒഴിക്കുകയാണ്. 2 കപ്പ് പാലൊഴിച്ചിട്ട് അതിനകത്ത് കിടന്ന് വേണം ഇത് തിളയ്ക്കാൻ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പാലിനകത്താണ് ഞാൻ ഇട്ടേക്കുന്നത്. ആ നെയ്യാണ് പൊങ്ങിക്കിടക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പഞ്ചസാര, ഞാൻ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചേക്കുന്നത്. അത് കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതലിടാം. പിന്നെ ഒരു 4-5 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടു. അതിൻ്റെ തൊലിയൊന്നും ഇടാതെ കുരു മാത്രം ഏലക്ക ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് തിളക്കട്ടെ. തിളച്ചിട്ട് നമ്മൾ കൂത്ത് വെച്ചേക്കുന്ന സാഗോ സീഡ്സ് ഉണ്ടല്ലോ, വെന്ത് വെച്ചേക്കുന്നത്, ആ സാഗോ സീഡ് പിങ്ക് കളറായത് കണ്ടോ? നമ്മൾ ബീട്രൂട്ടിൻ്റെ വെള്ളത്തിലിട്ട്
തിളപ്പിച്ചുകൊണ്ട് പിങ്ക് കളറായി. അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് ഇളക്കി. ഇളക്കുമ്പോൾ എന്ത് ചെയ്യും, ചെറിയൊരു പിങ്കിഷ് കളർ വന്നുണ്ട് പാലിന്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പിങ്ക് കളർ ചേർക്കാവുന്നതാണ്. ഇതാ എനിക്ക് ഇച്ചിരി കളർ വേണം, അപ്പോൾ ഞാൻ ശാലം കൂടെ പിങ്ക് കളർ ചേർത്തു. ഈ പിങ്ക് കളർ ഇങ്ങനെ എടുത്ത് വെക്കാത്തവരെ നമ്മളെ വെന്ത ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ആ കളറുണ്ടല്ലോ, ആ കളറും ഇതിൻ്റെ അകത്ത് ചേർക്കും. ഞാൻ പക്ഷെ അങ്ങനെ ചേർത്തിട്ടില്ല. അതിന് ശകല ഉപ്പും കൂടെ, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശകല ഉപ്പും കൂടെ ഒന്ന് ഇട്ടു. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഞാൻ പിങ്ക് കളർ ഒഴിച്ച് റോസ് സിറപ്പ് ഞാൻ ഒഴിച്ചു. ഇച്ചിരി കളർ എനിക്ക് വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഒഴിച്ചത്. ആണോ, അടി പിടിക്കരുത്, അടി പിടിക്കാൻ നന്നായിട്ടത് ഇളക്കിയെടുക്കുക. ഇതുപോലെ ഒത്തിരി കുറുകുകയും വേണ്ട, ഒത്തിരി നീളുകയും വേണ്ട. ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഞാൻ ഒഴിച്ചു. നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് മുന്തിരിങ്ങായും പിന്നെന്തോ കാഷ്യൂ അതും കൂടെ നമുക്കൊന്ന് വഴറ്റിയിടും. എല്ലാവരും പായസത്തിൽ ഇടുന്ന ഒരു സംഭവമാണല്ലോ, അതുകൊണ്ട് അതും അവനവൻ്റെ ആവശ്യമനുസരിച്ച് അളവിൽ എടുക്കുക. ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അത് കാരണം ഇതും കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതും ഒന്ന് വഴറ്റി, അധികം ചുമന്ന് പോകരുത്, അതും കൂടെ വഴറ്റി ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ഒഴിക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു. ഉണ്ടോ, എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് പിങ്ക് കളർ ചേർക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ പിങ്ക് കളർ, കണ്ടോ, ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന പിങ്ക് കളറാണ്. ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കോണേ. നമുക്ക് ഫലൂദ വേണേൽ ഉണ്ടാക്കാം, റോസ് മിൽക്ക് ഉണ്ടാക്കാം, അങ്ങനെ എന്ത് ഐറ്റം വേണേലും നമ്മുടെ ഈ സാധനം കൊണ്ട് ഉണ്ടാക്കാം. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്, നമുക്ക് യാതൊരു കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ഫുഡ് കളറൊക്കെ പുറമേ നിന്ന് മേടിക്കുമ്പോൾ ഒത്തിരി ശരീരത്തിന് ഒത്തിരി ദോഷമാണ്. ഇത് കണ്ടോ, ഏത് കാര്യത്തിനും നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ പോലും നമുക്കിത് ഊരുറപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതാണ്ടോ, ഇപ്പം നമ്മുടെ പായസം റെഡി. പിങ്ക് സാഗോ സേമിയ പായസം. ഇത് വിഷുവിന് ഞാൻ എല്ലാവർക്കും ഇത് സമർപ്പിക്കുകയാണ്. കേട്ടോ, നമ്മുടെ ഈ ദിവസവും ഈ ഒരു വർഷവും കളർഫുള്ളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോക്കൂ, ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അയക്കണം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കാണാത്തവരുണ്ടെങ്കിൽ. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു.